ദൈവനാമത്തിന് മഹത്വം. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വർഷവും ക്രിസ്തീയ സോദരിയുടെ കഥാപാത്ര പഠനം തുടരുവാൻ സാധിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2020 മുതലാണ് ക്രിസ്തീയ സോദരിയിൽ കഥാപാത്ര പഠനം ആരംഭിച്ചത്. 2020 മുതൽ 2023 വരെ 52 കഥാപാത്രങ്ങളെ പഠനവിധേയമാക്കുവാൻ നമുക്ക് സാധിച്ചു. ദൈവം അനുവദിച്ചാൽ ഈ വർഷവും 13 കഥാപാത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 13 സഹോദരിമാർ ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. കഥാപാത്ര പഠനത്തിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ക്ലാസ്സുകളിലേക്ക് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എന്താണ് കഥാപാത്ര പഠനം? ക്രിസ്തീയ സോദരി ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ ബൈബിൾ സ്റ്റഡി മെത്തേഡ് എന്നൊരു വിഷയം ഇതിനോടകം നമ്മൾ പഠിക്കുകയുണ്ടായി. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 8 മണിക്ക് സൂം പ്ലാറ്റ്ഫോമിൽ വെച്ചാണ് ക്രിസ്തീയ സോദരിയുടെ ബൈബിൾ സ്റ്റഡി നടന്നു വരുന്നത്. ബൈബിൾ സ്റ്റഡി മെത്തേഡ് എന്ന സബ്ജക്റ്റിൽ വിവിധ ബൈബിൾ പഠന രീതികൾ നമ്മൾ പഠിക്കുകയുണ്ടായി. നമ്മൾ പഠിച്ചത് 13 തരത്തിലുള്ള ബൈബിൾ പഠന രീതികളുണ്ട്. അതിലൊന്നാണ് കഥാപാത്ര പഠനം, അല്ലെങ്കിൽ ക്യാരക്ടർ സ്റ്റഡി എന്ന് നമ്മൾ പഠിക്കുകയുണ്ടായി. ബൈബിളിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെ പഠനത്തിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ആ വ്യക്തിയോടനുബന്ധിച്ചുള്ള എല്ലാ വേദഭാഗങ്ങളും ക്രോഡീകരിച്ച് അപഗ്രഥനം നടത്തി പഠിക്കുന്നതിനെയാണ് കഥാപാത്ര പഠനം എന്ന് പറയുന്നത്. ആ വ്യക്തിയുടെ സ്വഭാവം, മനോഭാവങ്ങൾ, നല്ല ഗുണങ്ങൾ, ദോഷമായിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം ഈ പഠനത്തിലൂടെ നാം മനസ്സിലാക്കും. അതോടൊപ്പം ആ വ്യക്തിയിൽ അടങ്ങിയിരിക്കുന്ന നല്ല ഗുണങ്ങൾ, നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും, അല്ലെങ്കിൽ നമുക്ക് അനുകരിക്കാൻ സാധിക്കുന്ന നല്ല ഗുണങ്ങൾ നമ്മൾ അനുകരിക്കുകയും, ആ വ്യക്തിയിലുള്ള ദോഷവശങ്ങൾ അല്ലെങ്കിൽ മോശമായ സാഹചര്യങ്ങൾ അതിനെ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടും ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹപ്രദമാണ് കഥാപാത്ര പഠനം എന്ന ഈ പഠന മേഖല. കഴിഞ്ഞ നാളുകളിൽ ക്രിസ്തീയ സോദരിയിലൂടെ ഈ പഠന മുഖാന്തരം പല പ്രിയപ്പെട്ടവർക്കും ആത്മീകമായിട്ട് വളരുവാൻ സാധിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് പലരിൽ നിന്നും കേൾക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കഥ പറയുന്നതല്ല കഥാപാത്ര പഠനം. നമ്മുടെ ഭാവനകളിൽ നിന്നും നമ്മുടെ ചിന്തകളിൽ നിന്നും സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതല്ല കഥാപാത്ര പഠനം. നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ബൈബിൾ പഠന രീതികളിൽ പല പഠന രീതികളുണ്ട്. അതിലൊന്നാണ് ക്യാരക്ടർ സ്റ്റഡി എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ പഠിക്കുകയും പഠനത്തിൽ ഏർപ്പെടുകയും ചെയ്യേണ്ട ഒരു വിഭാഗമാണ് കഥാപാത്ര പഠനം എന്നുള്ളത്. ഈ കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ പഠനവിധേയമാക്കുമ്പോൾ അതിന് സഹായകമായിട്ട് ബൈബിൾ പഠന സഹായികളൊക്കെ നമുക്ക് സ്വീകരിക്കാം, അതിൽ തെറ്റില്ല. എന്തായാലും പൂർണ്ണമായിട്ടും ദൈവവചനത്തിൻ്റെ ആധികാരികതയിൽ നിന്നുകൊണ്ട് വേണം ഈ ഒരു ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട്. ഈ മാസം നമ്മൾ പഠനവിധേയമാക്കുന്നത് എപ്പഫ്രാസ് എന്ന വ്യക്തിയെക്കുറിച്ചാണ്. എപ്പഫ്രാസ് എന്ന വ്യക്തിയെക്കുറിച്ച് അധികം പരാമർശങ്ങളൊന്നും ദൈവവചനത്തിൽ നിന്നും നമ്മൾ കാണുന്നില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിലൂടെ വളരെ വ്യക്തമായിട്ട് എപ്പഫ്രാസ് എന്ന വ്യക്തി ആരാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിൽ നിന്നും എപ്പഫ്രാസിൻ്റെ വിശ്വസ്തതയെക്കുറിച്ചും അദ്ദേഹം എത്രമാത്രം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എപ്പഫ്രാസിനെ കുറിച്ച് പറയുമ്പോൾ കൊലോസ്യ സഭയെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. കൊലോസ്യ സഭയിൽ ചില ദുരുപദേശക്കാർ നുഴഞ്ഞു കയറിയ സാഹചര്യം, സഭ നേരിടുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ സഭയിൽ
നടക്കുന്ന ആത്മീകമായിട്ടുള്ള സന്തോഷകരമായ കാര്യങ്ങളും അതോടൊപ്പം ഇങ്ങനെ ഒരു പ്രതിസന്ധി സഭയിൽ കടന്നുകൂടി എന്നുള്ള വസ്തുതകളെക്കുറിച്ച് അവിടെ നിന്ന് പൗലോസിനെ അറിയിക്കുന്നത് എപ്പഫ്രാസാണ്. ഒരിക്കൽ പോലും കൊലോസ്യ സഭ പൗലോസ് സന്ദർശിച്ചിട്ടില്ല. എന്നാൽ കൊലോസ്യർക്ക് ലേഖനം എഴുതുന്നത് എപ്പഫ്രാസ് എന്ന വ്യക്തിയിൽ നിന്നും തനിക്ക് ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പൗലോസ് ആ ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ എപ്പഫ്രാസ് ആരാണ്? അദ്ദേഹം കൊലോസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എത്ര നന്നായിട്ടാണ് സഭയെക്കുറിച്ച് അദ്ദേഹം പൗലോസിന് വിവരങ്ങൾ കൈമാറിയിട്ടുള്ളത്. എത്ര മനോഹരമായിട്ടാണ് അവിടുത്തെ പ്രതിസന്ധിയെക്കുറിച്ച് പൗലോസിന് എപ്പഫ്രാസ് വിവരങ്ങൾ കൈമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, എപ്പഫ്രാസ് എന്ന് പറയുന്നൊരു വ്യക്തി സാധാരണക്കാരനല്ല. അദ്ദേഹം കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വളരെ ധീരമായി ശക്തമായി നിലനിന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ തന്നെയായിരുന്നു. എപ്പഫ്രാസിനെ കുറിച്ച് ഫിലേമോൻ്റെ ലേഖനം 23-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് അദ്ദേഹം പൗലോസിൻ്റെ ഒരു കൂട്ടുവേലക്കാരൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊലോസ് ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ സഹഭൃത്യനായ എപ്പഫ്രാസ് എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതേ അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ആത്മാവിനാലുള്ള സ്നേഹത്തെക്കുറിച്ച് ഞങ്ങളോട് പങ്കുവെച്ചവൻ എപ്പഫ്രാസ് ആണെന്നുള്ള കാര്യം പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. കൊലോസ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നിങ്ങളിൽ ഒരുത്തനായ എപ്പഫ്രാസ് എന്നും ക്രിസ്തുവേശുവിൻ്റെ ദാസനായ എപ്പഫ്രാസ് എന്നും, അതുപോലെ തന്നെ ആ വാക്യം വായിച്ചു വരുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ നമുക്ക് വ്യക്തമാകും, അദ്ദേഹം ശക്തനായ ഒരു പ്രാർത്ഥനാ യോദ്ധാവ് കൂടെ ആയിരുന്നു എന്നും നമുക്കിവിടുന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. എപ്പഫ്രാസിൻ്റെ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും പൗലോസ് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഈ വ്യക്തി അത്ര നിസ്സാരക്കാരനല്ല. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വളരെ ശക്തമായി നിലനിന്ന ദൈവസഭയ്ക്ക് വേണ്ടി, ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി വളരെ ശുഷ്കാന്തിയോടെ എരിവോടെ നിന്ന് അനുഗ്രഹിതനായ ഒരു ദൈവദാസനാണ് എപ്പഫ്രാസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വരും ദിവസങ്ങളിൽ എപ്പഫ്രാസിൻ്റെ ആത്മീകമായിട്ടുള്ള ശുശ്രൂഷ കാര്യങ്ങളും അതോടൊപ്പം തൻ്റെ ചില നിലപാടുകളെക്കുറിച്ചും ഉള്ള ചിന്തകളാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കും.